കാലത്ത് തന്നെ പോയിക്കോട്ടെ ഓട്ടോ ചെയ്യാൻ വന്നിട്ട് പണികൾ ചെയ്താൽ മതി. ഇന്ന് നമ്മുടെ വീട്ടിലാണുള്ളത്. ഇന്നത്തെ സ്പെഷ്യൽ ഒരു എന്താണ്, ഇന്ന് വോട്ട് ചെയ്യാൻ വന്നേക്കാണ് കേട്ടോ വീട്ടിൽ. അപ്പോൾ ഒരു ഫുഡ് വ്ളോഗാണ്. രാവിലെ തന്നെ സമയം ഏകദേശം 8-8:30 ആയിട്ടുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഒരു ഫുഡ് വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു. മമ്മി സ്പെഷ്യൽ റാഗിയുടെ പുട്ടുണ്ട്, കപ്പ വേവിച്ച് വെളുത്തിയതാണ്, ബീഫ് കറി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ബീഫ് കറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട, നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് മേടിക്കും. അതുപോലെ തന്നെ നല്ല നാടൻ കപ്പ, റാഗിയുടെ പുട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചുണ്ടാക്കിയ പൊടിയാണ്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബീഫ് കറി, കപ്പ, റാഗിയുടെ പുട്ട്. ബീഫ് കറി, കപ്പ, റാഗിയുടെ പുട്ട്. പുട്ടും കടലയും പുട്ടും ബീഫൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെ ഇടുന്ന് നോക്കാം. ആദ്യം നമുക്ക് ബീഫ് നോക്കാം. അമ്മ വെക്കുന്ന കാരണമായിരിക്കും ഭയങ്കര ടേസ്റ്റാണ്. അമ്മ വെക്കുന്ന കറികൾക്ക് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ കപ്പ. ഇത് പച്ചക്കപ്പയല്ല കേട്ടോ, ഉണക്കക്കപ്പയാണ്. വാട്ടക്കപ്പ എന്ന് പറയും. കപ്പ പുഴുങ്ങി ഉണക്കിയിട്ട് അത് കുതിർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. കപ്പയുടെ തന്നെ വേറൊരു ടേസ്റ്റാണ്. കപ്പ ഉണങ്ങിയ ടേസ്റ്റില്ലേ, അതാണ്, സൂപ്പറാണ്. വാട്ടക്കപ്പ എന്ന് പറയും. ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കണമെങ്കിൽ അമ്മയുടെ അടുത്ത് തന്നെ വേണം. അല്ലാണ്ട് നമുക്ക് തോന്നും വാട്ടക്കപ്പയൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ തന്നെ കപ്പയും ബീഫ് കറിയും റാഗിയുടെ പുട്ടും കൂടി തട്ടിയിട്ട് വോട്ട് ചെയ്യാൻ പോകേണ്ടതാണ്. അതും ആർക്ക്? അപ്പം ഇതൊന്ന് കഴിച്ച് തീർത്തിട്ട് വോട്ട് ചെയ്യാൻ പോട്ടെ കേട്ടോ. റാഗി പുട്ടും ബീഫ് കറിയും ഉണക്കക്കപ്പയും മോന്തയിൽ മധുരമില്ലാത്ത കട്ടൻ ചായ. പാൽ ചായ ഞാൻ അങ്ങനെ കുടിക്കാറില്ല, വല്ലപ്പോഴൊക്കെ കുടിക്കാറുള്ളൂ. മെയിനായിട്ട് എനിക്ക് കട്ടൻ ചായയാണ് ഇഷ്ടം. വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ എനിക്ക് തലവേദന വരും. എപ്പോഴൊന്നും വരില്ല, വല്ലപ്പോഴും തലവേദന വരും. അപ്പോൾ ഒരു കട്ടൻ ചായ ഇട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ എനിക്ക് തലവേദന മാറാറുണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും ഈ ഒരു സംഭവമാണ് കുടിക്കുന്നത്. പാൽ ചായ വല്ലപ്പോഴുള്ളൂ. അപ്പോൾ ഇത് കഴിച്ച് തീർക്കട്ടെ. കഴിച്ച് തീർത്തിട്ട് വോട്ട് ചെയ്യാൻ പോകേണ്ടതാണ്.